തിരുവനന്തപുരം നന്ദിയോട് അധ്യാപികയുടെ മർദ്ദനത്തിൽ 4ാം ക്ലാസ്സുകാരിക്ക് പരിക്കേറ്റതായി പരാതി. നന്ദിയോട് നളന്ദ TTI ആൻഡ് UP സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് ആരോപണം. കുട്ടിയുടെ കുടുംബം ചൈൽഡ് ലൈനും ഒപ്പം പാലോട് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും MS വീണ ചേരുകയാണ്. വീണ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരു 4ാം ക്ലാസ്സുകാരിക്ക്, ഒരു പിഞ്ചു കുഞ്ഞിനാണ് അധ്യാപികയുടെ മർദ്ദനമേറ്റത്. എപ്പോഴായിരുന്നു സംഭവം? ഈ കുടുംബത്തിന്റെ പരാതി ഏത് തരത്തിലാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ പരാതിയിൽ ഇതിനകം ഉണ്ടായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. നമസ്തേ. KP ആര്യശ്രീ. കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് തിരുവനന്തപുരം നെടുമങ്ങാട് നന്ദിയോടുള്ള നളന്ദ TTI ആൻഡ് UP സ്കൂളിലെ 4ാം ക്ലാസ് അധ്യാപിക 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളൊരു പരാതി ഉയരുന്നത്. ഈ പരാതിയിൽ നിലവിൽ പാലോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ചൈൽഡ് ലൈനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷെ 12 ദിവസമായിട്ട് പോലീസിലെ നടപടി വൈകുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. കാരണം കുഞ്ഞിന്റെ കൈ, അതായത് വലത് കൈപ്പത്തിക്കാണ് അടിയേറ്റത്. അധ്യാപിക അടിച്ചു എന്നാണ്. ആ അടിയെ തുടർന്ന് കുഞ്ഞിന്റെ കൈക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുകയും നീരുണ്ടാവുകയും ചെയ്തു. സ്കൂൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയ കുട്ടി വിവരങ്ങൾ പറയുമ്പോഴാണ് മാതാപിതാക്കൾ അറിയുന്നത്. തുടർന്ന് ആശുപത്രിയിൽ, നെടുമങ്ങാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് മെഡിക്കൽ പരിശോധന, എക്സ്റേ അടക്കം എടുത്തു. അതിൽ കൈക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്, ചതവുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 12 ദിവസമായി കുഞ്ഞിന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഈ അധ്യാപികയ്ക്ക് കുഞ്ഞിനോടും കുഞ്ഞിന്റെ മാതാവിനോടും വ്യക്തിപരമായിട്ടുള്ള ചില വിരോധങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിന്റെ പേരിലാണ് ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയിൽ പറയുന്നത്. കാരണം ഈ കുഞ്ഞ് ക്ലാസ് മുറിയിൽ, അതായത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് മുറിയിൽ ക്ലാസ് ടീച്ചർ കൂടിയായ ഈ ആരോപണ വിധേയ അധ്യാപിക മൊബൈൽ ഫോൺ തുടരെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രഥമ അധ്യാപികയ്ക്ക് ഈ കുട്ടിയുടെ മാതാവ് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ പകപോക്കലിലാണ് കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നത്. പക്ഷേ ആരോപണ വിധേയായ അധ്യാപിക പറയുന്നത് താൻ കുഞ്ഞിനെ മർദ്ദിച്ചിരുന്നു, പക്ഷേ അത് ഗുരുതരമായി പരിക്കേൽക്കുന്ന തരത്തിലല്ല കുഞ്ഞിനെ മർദ്ദിച്ചത്. അമ്മയ്ക്ക് ടീച്ചറിനോടുള്ള ഈ ഒരു വ്യക്തിവിരോധമുണ്ട്. ആ വ്യക്തിവിരോധത്തിന്റെ പേരിൽ ആണ് തനിക്കെതിരെ പരാതി നൽകിയതെന്നാണ് അധ്യാപിക പറയുന്നത്. ഈ കോപ്പി നോട്ട്ബുക്ക് കൊണ്ടുവന്നില്ല എന്നതിന്റെ പേരിലാണ് മർദ്ദിച്ചു എന്നാണ് കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. KP ആര്യശ്രീ. യെസ്, ഏതായാലും ആ ഒരു പിഞ്ചു കുഞ്ഞിനാണ് അതിക്രൂരമായ മർദ്ദനമേറ്റ്. കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഈ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്, അതിന്റെ സത്യാവസ്ഥ കൂടി പുറത്തു വരണം, അല്ലേ?